ഉയരം കൂടിയ മരങ്ങളും ചീറിപ്പായുന്ന പക്ഷികളും നിറഞ്ഞ ഒരു വലിയ വനത്തിൽ രണ്ട് സുഹൃത്തുക്കളും ഒരു കരടിയും മുയലും ഉണ്ടായിരുന്നു. വലിയ കൈകാലുകളും തീക്ഷ്ണമായ കണ്ണുകളുമുള്ള കരടി എപ്പോഴും തന്റെ ചെറിയ സുഹൃത്തായ മുയലിനെ നിരീക്ഷിക്കുന്നു. അതേസമയം തമ്പുർ എന്നറിയപ്പെട്ട മുയൽ തന്റെ പെട്ടെന്നുള്ള നീക്കങ്ങൾക്ക് കരടിക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം ബുദ്ധിപരമായ ആശയങ്ങൾ നൽകി. ഇപ്പോൾ ഈ വനം മുഴുവൻ സൂര്യപ്രകാശവും മഴവില്ലുമായിരുന്നില്ല. ഉച്ചത്തിലുള്ള അലർച്ചയും വിശക്കുന്ന കണ്ണുകളും കൊണ്ട് ഭരിച്ചിരുന്ന റെക്സ് എന്നൊരു സിംഹമുണ്ടായിരുന്നു. റെക്സ് മറ്റു സിംഹങ്ങളെപ്പോലെ പുല്ല് തിന്നുക മാത്രമല്ല ചെയ്തത്, അയാൾക്ക് മാംസം വേണമായിരുന്നു. കാട്ടിലെ ചെറിയ മൃഗങ്ങൾ അവന്റെ അടുത്ത ലഘുഭക്ഷണമാകുമെന്ന് ഭയപ്പെട്ടു. ഒരു ദിവസം തമ്പുർ ഭക്ഷണത്തിനായി ചുറ്റിക്കറങ്ങുമ്പോൾ തന്റെ പുറകിൽ അപകടം ഇഴയുന്നത് അയാൾക്ക് മനസ്സിലായി. അവൻ തിരിഞ്ഞു നോക്കി. അതാ അവിടെ റെക്സ് നിൽപ്പും വിശപ്പുമുള്ളവനായി നോക്കി. "നീ എന്റെ ടർഫിലാണ് കുട്ടി," റെക്സ് അലറി. ഇടിമുഴക്കം പോലെ ഭയപ്പെടുത്തുന്ന അവന്റെ ശബ്ദം. "ആ നുഴഞ്ഞുകയറ്റക്കാർക്ക് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാം." തമ്പുർ ഭയന്നു. പക്ഷെ അവൻ അത് കാണിച്ചില്ല. "ഞാൻ ഭക്ഷണത്തിനായി നോക്കുകയാണ് മിസ്റ്റർ ലയൺ," അവൻ ധൈര്യത്തോടെ പറഞ്ഞു. റെക്സ് അത് വാങ്ങിയില്ല. അവന്റെ കണ്ണുകളിൽ വിശപ്പുള്ള തിളക്കത്തോടെ അവൻ തമ്പറിന് നേരെ കുതിച്ചു, നഖങ്ങൾ അടിക്കാൻ തയ്യാറായി. പക്ഷേ തമ്പറിന്റെ കളി അവസാനിച്ചുവെന്ന് തോന്നിയപ്പോൾ ശക്തമായ ഒരു ഗർജനം നിലത്തെ വിറപ്പിച്ചു. കുറ്റിക്കാട്ടിൽ നിന്ന് കരടി ഉയർന്നു, ശക്തനായി നിന്നു. "അവിടെ നിൽക്കൂ റെക്സ്," അവൻ ആക്രോശിച്ചു. "ഈ മുയൽ എന്റെ സംരക്ഷണത്തിലാണ്." കുറ്റിക്കാട്ടിൽ നിന്ന് കരടി ഉയർന്നു, ശക്തനായി നിന്നു. "അവിടെ നിൽക്കൂ റെക്സ്," അവൻ ആക്രോശിച്ചു. "ഈ മുയൽ എന്റെ സംരക്ഷണത്തിലാണ്." റെക്സ് ആശ്ചര്യപ്പെട്ടു, പക്ഷേ കരടിയുമായി വഴക്കിടാൻ തയ്യാറായില്ല. അവൻ പിറുപിറുത്തു. തമ്പുർ സുരക്ഷിതവുമായി വിട്ടു. തമ്പുർ ആശ്വസിച്ചു. കരടിയോട് ചോദിച്ചു, "നീ എന്തിനാണ് എന്നെ സഹായിച്ചത്?" കരടി ദയയോടെ പുഞ്ചിരിച്ചു. "ഈ കാട്ടിൽ ഞങ്ങൾ പരസ്പരം സഹായിക്കുന്നു," അദ്ദേഹം പറഞ്ഞു. "ബലം പ്രധാനമാണ്, എന്നാൽ ദയയും പ്രധാനമാണ്. നാമെല്ലാവരും പ്രകൃതിയുടെ ടീമിന്റെ ഭാഗമാണ്." അന്നുമുതൽ തമ്പറും കരടിയും എപ്പോഴും പരസ്പരം നോക്കുന്ന മികച്ച മുകുളങ്ങളായി. റെക്സ് ഇപ്പോഴും ചുറ്റിനടന്നെങ്കിലും ധീരനായ മുയലിന്റെയും ബുദ്ധിമാനായ കരടിയുടെയും ഓർമ്മയാൽ അവന്റെ വിശപ്പ് മെരുക്കപ്പെട്ടു. തന്റെ സുഹൃത്ത് തന്റെ അരികിൽ ഉള്ളിടത്തോളം കാലം കാട്ടുകാട്ടിൽ വരുന്ന എന്തിനേയും നേരിടാൻ തനിക്ക് കഴിയുമെന്ന് തമ്പറിന് അറിയാമായിരുന്നു.